നമസ്തേ. നമ്മുടെ ക്ലാസ്സിലെ പുതിയൊരു കോഴ്സ് തുടങ്ങുകയാണ്. ക്രഷ് എന്നാണ് പേര്. 45 ദിവസം കൊണ്ട് 45 ടോപ്പിക്ക് പഠിപ്പിച്ച് തീർക്കുക എന്നുള്ളതാണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇത് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത് UPSC മലയാളം ഓപ്ഷനിൽ എടുത്തിരിക്കുന്ന കുട്ടികളെ ആണെങ്കിലും മലയാള ഭാഷയെ സ്നേഹിക്കുന്ന ആർക്കും ഈ കോഴ്സിൽ ചേരാം. മലയാളവുമായി ബന്ധപ്പെട്ട മത്സര പരീക്ഷകൾക്ക് കൂടി ഈ കോഴ്സ് സഹായകമായിരിക്കും. അത്തരത്തിലാണ് ഈ കോഴ്സ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു കോഴ്സ് തുടങ്ങാൻ ഉള്ള കാരണം UPSC മലയാളം ഓപ്ഷനിലെ ഫസ്റ്റ് പേപ്പറിലെ 5th ഉം 6th ഉം യൂണിറ്റ് നമുക്ക് സമഗ്രമായൊരു പഠനം ക്ലാസ് റൂമിൽ അസാധ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ദിനംപ്രതി എന്നോണം പുതിയ സാഹിത്യകൃതികൾ ഉണ്ടാവുന്ന ഒരു ഭാഷയാണ് മലയാളം. ഇന്ന് രാവിലെ പോലും എണ്ണപ്പെട്ടത് എന്ന് പറയപ്പെടുന്ന ഒരു കൃതി ഉണ്ടായിരിക്കാം. അപ്പോൾ UPSC ആകട്ടെ എല്ലാ വർഷവും ഏറ്റവും പുതിയ സാഹിത്യകൃതികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ പറയുന്ന ചോദ്യങ്ങൾ തന്നെയായിരിക്കും UPSC ചോദിക്കുന്നതെങ്കിലും ഇതിലൊരു അവ്യക്തത ഉള്ളതായിട്ട് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. അതിൻ്റെ കാരണം ഒരു സമഗ്ര പഠനം നമുക്ക് സാധ്യമല്ലാത്തത് കൊണ്ടാണ്. ഇത്രയും വിപുലമായി പഠിക്കുക എന്നുള്ളത് ഒരു നിശ്ചിതമായ സമയപരിധിക്കുള്ളിൽ നമ്മുടെ കോഴ്സ് പൂർത്തിയാക്കാൻ നമുക്ക് സാധ്യമല്ലാതെ വരും. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ 5th ഉം 6th ഉം യൂണിറ്റുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോഴ്സാണ് ഇവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്രഷിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വെൺമണി പ്രസ്ഥാനം മുതൽ ഉത്തരാധുനിക കവികൾ വരെയുള്ള കവിതകളുടെ അവരുടെ പ്രധാനപ്പെട്ട കവിതകളുടെ സമഗ്ര പഠനമാണ്. അതോടൊപ്പം ഗദ്യത്തിലെ വ്യത്യസ്ത സാഹിത്യ പ്രസ്ഥാനങ്ങളിൽ 2025 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതികൾ വരെ നമ്മൾ ക്രഷിൽ ചർച്ച ചെയ്യും. അപ്പോൾ ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഫസ്റ്റ് പേപ്പർ കൂടുതൽ സമഗ്രമായി പഠിക്കാൻ നിങ്ങളെ ഇത് സഹായിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് പേപ്പറിൽ പഠിക്കാനുള്ള മേഘരൂപൻ എന്ന് പറയുന്ന കവിത എഴുതിയ ആറ്റൂർ രവിവർമ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ചോ അയ്യപ്പ പണിക്കരെക്കുറിച്ചോ ജി കുറുപ്പിനെക്കുറിച്ചോ കുറച്ചുകൂടി വിപുലമായി മനസ്സിലാക്കുകയും കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കുകയും കൂടുതൽ വരികൾ അറിയുകയും അവരുടെ വ്യത്യസ്ത സാഹിത്യ സംഭാവനകൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും. അത് സെക്കൻഡ് പേപ്പറിനും കൂടി നിങ്ങളെ സഹായിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കിത് ഫസ്റ്റ് പേപ്പറിനും സെക്കൻഡ് പേപ്പറിനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു കോഴ്സായി മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 24-ാം തീയതി ആദ്യത്തെ ക്ലാസ് സൗജന്യ ക്ലാസ്സാണ്. അത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കോഴ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഡിസംബർ 31-ാം തീയതിക്ക് മുമ്പ് കോഴ്സ് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ. ജനുവരി 1-ാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത്. ലൈവ് ക്ലാസ്സാണ്, ഓൺലൈൻ ലൈവ് ക്ലാസ്സാണ്. എല്ലാ ദിവസവും 1 മണിക്കൂർ വീതമായിരിക്കും ക്ലാസ്. അത് ഫെബ്രുവരി 14-ാം തീയതി വരെ 45 ദിവസം നീണ്ടു നിൽക്കുന്ന, എല്ലാ ദിവസവും 1 മണിക്കൂർ വീതം നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ ജനുവരി 1-ാം തീയതി ക്ലാസ് തുടങ്ങിയതിന് ശേഷം അഡ്മിഷൻ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഡിസംബർ 31-ന് മുമ്പ് അഡ്മിഷൻ എടുക്കുന്നവർക്ക് അഡ്മിഷൻ എടുക്കാം. നിങ്ങളെന്തായാലും സൗജന്യ ക്ലാസ് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് പ്രയോജനപ്രദമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ജോയിൻ ചെയ്യും.